ഹായ്. നമുക്കിന്ന് മീൻ കിട്ടിയില്ലേ. അപ്പം ഞാനേ ഫ്രിഡ്ജിനകത്ത് 2 ഉണക്കയില വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ ഇങ്ങെടുത്തു. നമുക്ക് അവനെ തേങ്ങ അരച്ചൊന്ന് കറി വെക്കാം. ദേ നല്ല പച്ച മാങ്ങയും പച്ചമുളകും നമ്മുടെ ചീമച്ചേമ്പിൻ്റെ തണ്ടും കൂടെ താളും കൂടി ഇട്ട് ഒരു കറി. മിക്കവാറും എൻ്റെ റെസിപ്പികൾ ഭൂരിപക്ഷവും മീൻ കറിയാണ്. അതിപ്പോൾ പച്ചമീനിന് അടുത്തത് ഉണക്കമീൻ എനിക്ക് വയ്യ. അപ്പം നമ്മൾ ദേ ഈ താളൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അതേ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മുടെ പറമ്പിലെ താളെടുക്കാറായില്ല. തണ്ട് 1-2 എണ്ണേ ഉള്ളൂ. അതെടുത്ത് അച്ഛൻ ചാടിക്കും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുറച്ച് ചേമ്പും താളും കൂടെ എടുത്തുകൊണ്ട് വന്ന് അവനെ ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് കഷ്ണിച്ച് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോഴത്തേനും ഞാൻ മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഉപ്പ് പോകാനായിട്ട്. അവിടെ കിടന്ന് ഉപ്പ് പോട്ടെ. അതിനകത്ത് കുറച്ച് പേപ്പറും നുള്ളിക്കീറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടാൽ ഉപ്പ് പോകുമെന്ന് പറയുന്നത് കേൾക്കാം. അതിൻ്റെ ദൂഷ്യഫലങ്ങളൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേമ്പന്താൾ ഇത് കണ്ടോ, മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്ത് പച്ചമുളകും അരിഞ്ഞ് നമുക്ക് മാങ്ങ അരിഞ്ഞിടാം. എൻ്റെ കയ്യുറ കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് അരിയുന്നത്. നാളിൽ കാണാതെ പോയതാണ്. പിന്നെ ഒരെണ്ണം വാങ്ങിക്കാനും പറ്റിയില്ല. അതൊക്കെ അങ്ങ് മറന്നു പോകും സത്യം പറഞ്ഞാൽ. കണ്ടോ. അപ്പം ഞാൻ മാങ്ങ മാങ്ങേണ്ടി ഞാൻ കൂടിയിടും മീൻ കറിക്ക്. അപ്പം ഞാനൊരു നല്ല 1.5 മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. 5-6 കൊച്ചുള്ളി, ഒരു സ്പൂണ് മുളക് പൊടി, നിറച്ചൊരു സ്പൂണ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അരച്ചിട്ടുണ്ട് വരട്ടെ. നല്ല വൃത്തിക്കൊന്ന് അരക്കട്ടെ. അപ്പം കറിവേപ്പില ഇട്ടു. നമ്മുടെ അരപ്പ് ഇതേണ്ടോ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മളിത് തിളച്ചിട്ട് മീൻ കഷ്ണം ഇടാൻ നിൽക്കേണ്ട. സാധാരണ ഞാൻ മുരിങ്ങയ്ക്കൊക്കെ ഇടുമ്പോൾ അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ ചേമ്പന്താളല്ലേ, ഒരു തീയാവുമ്പോഴേ അതങ്ങ് വേകും. ഒരു അരപ്പിനും ഈ ചേമ്പന്താളിനും വേണ്ടിയിട്ട് ഞാനൊരു നുള്ളുപ്പിട്ട് പിന്നെ കുറച്ച് ഉലുവാപ്പൊടി നമ്മുടെ മീനും കൂടെ അങ്ങോട്ട് പറക്കിയിട്ട് വേവിക്കാം. നല്ലതായിട്ട് അങ്ങോട്ട് തിളച്ച് വറ്റട്ടെ. മീനിട്ട് തിളച്ച് കഴിയുമ്പോൾ അധികം അങ്ങ് ഇളക്കണ്ട. ഇതങ്ങ് പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ചാറൊഴിച്ച് കൂട്ടുമ്പോഴങ്ങ് മുള്ളായിരിക്കും. അപ്പം അടച്ച് അടുപ്പിലോട്ട് വെക്കാമേ. കണ്ടോ, നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡിയായിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊട്ടുമില്ല. ആ പേപ്പറൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കും മീനിൻ്റെ ഉപ്പൊട്ടുമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് അടച്ച് വെച്ച് ദേ നമ്മുടെ മീൻകറി ഉണ്ടോ നല്ല വറ്റി കുറുകി റെഡിയായിട്ടുണ്ട്. ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് അടച്ചങ്ങ് വെക്കാം. അപ്പം ഞാൻ നല്ലതായിട്ട് അങ്ങോട്ട് ചക്ക വേവിച്ചു, കടുക് മാങ്ങ അച്ചാറ്, പിന്നെ ഒരിച്ചിരി കോവയ്ക്ക മെഴുക്ക് പുരട്ടി. കോവയ്ക്ക വിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ അയല തേങ്ങ അരച്ച മീൻ കറി. വേറെ ഒഴിച്ചു കറിയൊന്നുമില്ല, ഈ ചാറ് മതി. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒരിച്ചിരി നെത്തോലി വറുത്തതുകൊണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.